ഉച്ചയ്ക്ക് 2:30-ക്ക് നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ നട തുറക്കുന്നത് വൈകിട്ട് 4:30-ക്കാണ് കേട്ടോ. അതിപ്പോൾ തിരക്കുള്ള ദിവസങ്ങളിലാണെങ്കിൽ അല്ലെങ്കിൽ അവധി ദിവസമൊക്കെ ആണെങ്കിൽ 3:30-ക്കായിരിക്കും തുറക്കുക. അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും ഗുരുവായൂരപ്പൻ്റെ ഉച്ചശീവേലി ഉണ്ടായിരിക്കുക. ഇനിയിപ്പോൾ ഉദയാസ്തമന പൂജയുടെ പിറ്റത്തെ ദിവസമാണെങ്കിൽ അന്ന് ശീവേലിക്ക് പകരം ശ്രീഭൂതബലി ആയിരിക്കും കേട്ടോ ഉണ്ടായിരിക്കുക. അത് ദീപാരാധനയ്ക്ക് ശേഷമായിരിക്കും. ഇനി നമുക്ക് ഉച്ചശീവേലിനെ കുറിച്ച് പറയാം. ഉച്ചശീവേലി എന്ന് പറയുന്നത് ഭഗവാൻ ആനപ്പുറത്ത് ഏറിയിട്ട് 3 പ്രദക്ഷിണം, അതേ നമ്മൾ മുൻപ് പറഞ്ഞിരുന്നല്ലോ ശീവേലിയുടെ അതേപോലെ തന്നെയാണ് ഭഗവാനെ അനുഗമിച്ചുകൊണ്ട് ഭജനകൾ പാടിക്കൊണ്ട് ഭക്തരും ഒപ്പം പ്രദക്ഷിണം വെക്കും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് മഹാപ്രഭുവായിട്ടാണ് ഭഗവാൻ നമുക്ക് ദർശനം നൽകുന്നത്. നമ്മുടെ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറ്റുന്ന ഗുരുവായൂരപ്പനായിട്ട്. അപ്പോൾ ആ ഒരു ശീവേലിയും ഉച്ചശീവേലിയും കണ്ടു തൊഴുന്നതും ഒപ്പം പ്രദക്ഷിണം വെക്കുന്നതും എല്ലാം വളരെ ഐശ്വര്യമാണ് നമുക്ക് എല്ലാവർക്കും നൽകുന്നത് എന്നാണ് വിശ്വാസം കേട്ടോ. ഇനി അത് കഴിഞ്ഞാലാണ് ദീപാരാധന വരുന്നത്. ദീപാരാധനയുടെ സമയം അസ്തമയത്തിന്